ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? നീർദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അരക്കിലോ പച്ചരി ഒരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കി അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനേ. ഇനി അരച്ചെടുത്ത മാവിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല ലാവിഷായിട്ട് ഒഴിക്കണം കേട്ടോ. ഒരു വിശുക്കും വിചാരിക്കണ്ട. ഇത് നല്ല ലൂസ് കിട്ടണം ഈ മാവ്. ഞാനിപ്പോൾ ഇവിടെ ഈ എടുത്ത് വെച്ച 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഈ മാവിൻ്റെ ലൂസ് കണ്ടോ, ഒരു മോരും വെള്ളം പോലെ. തവിയിലൊന്നും നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തവിയിലൊന്നും ഇത്രയേ ഉള്ളു പിടിക്കുന്നത്. ഇതുപോണക്ക് ഇരിക്കണേ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു തവി മാവങ്ങ് കോരി ഒഴിച്ചിട്ട് പെട്ടെന്നൊന്ന് ചുറ്റിച്ചെടുക്കണേ. ഇനി തീ ഒരല്പം കുറച്ച് വെക്കാം. 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും സൈഡ് ഇങ്ങനെ വിട്ട് വരുവേ. അങ്ങനെ നമുക്ക് ഈ കല്ലിൽ വെച്ച് തന്നെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ, നമ്മുടെ നീർദോശ റെഡിയായി. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനേ. നമ്മളിത് വെള്ളം കൂട്ടി ഒഴിച്ചത് കൊണ്ട് പെട്ടെന്ന് ഊറലുണ്ടാവും. അത് ഏറ്റവും താഴെ പോയി കിടക്കും. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഒന്ന് കലക്കി എടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പം നമ്മുടെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.